ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സംഘടന ശക്തിപ്പെടുത്തണമെന്ന ആവശ്യം കൂടി വി.ഡി. സതീശൻ മുന്നോട്ട് വയ്ക്കുന്നു. കേരളം കൂടാതെ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് ഭരണമുള്ളത്. LDFുമായി ഒരു കൂട്ടുകെട്ടിനും ഇല്ല. ജാതി മത സംഘടനകളുമായി ചർച്ച നടത്തുന്നതിൽ തെറ്റല്ല എന്നും രാഷ്ട്രീയ തീരുമാനങ്ങൾ പാർട്ടി എടുക്കണമെന്നും സതീശൻ പറഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് വി.ഡി. സതീശന്റെ പ്രതികരണമുള്ളത്. ശരത് ലാൽ വിവരങ്ങളുമായി നമുക്കിപ്പം ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ശരത്ത്, ഈ പറഞ്ഞതുപോലെ തന്നെ 3 സംസ്ഥാനങ്ങളിലാണ് ഇപ്പം നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഭരണമുള്ളത്. ജാർഖണ്ഡിലേക്ക് വന്നാൽ ഒരു സഖ്യവുമുണ്ട്. ആ സഖ്യം ഏത് രീതി എപ്പോൾ വേണമെങ്കിലും മാറിപ്പോകാമെന്നൊരു അവസ്ഥയിലുമാണ്. പിന്നുള്ളത് കേരളമാണ്. പക്ഷേ ഇതിലൊരു റിയാലിറ്റി എന്ന് വെച്ചാൽ ഹൈക്കമാൻഡിന് ഒന്നിന് സമയമില്ല. ഇപ്പം ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വലിയ ഭൂരിപക്ഷം കിട്ടുന്നു. അവിടെ ഒരു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരാൾ പാർട്ടിയുടെ ഏറ്റവും അടുപ്പക്കാരൻ, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആളുകളുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരാൾ, മറ്റ് 2 പേർ സംസ്ഥാനത്തെ മുതിർന്ന 2 നേതാക്കൾ, അതിൽ ഒരാൾ ഈ പ്രതിപക്ഷ നേതാവായിരുന്നു ആ പാർട്ടിയെ നയിച്ചയാൾ. അങ്ങനെയുള്ളൊരു സാഹചര്യം, അവിടെ ഒരു മന്ത്രി കസേരയിലേക്ക് ഒരാളിനെ കിട്ടുന്നില്ല. ഒരാഴ്ചയായിട്ട് ആ സംസ്ഥാനത്തെ എല്ലാ ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ, ആരാണ് ആ മുഖ്യമന്ത്രി, എപ്പോഴായിരിക്കും ആ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുക. പക്ഷേ ഹൈക്കമാൻഡിന് പല കാര്യങ്ങളുണ്ട്. അവർ പലയിടങ്ങളിലും സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നു, അവർ മരണം കൂടി നടക്കുന്നു, അവർ മറ്റു കാര്യങ്ങളിലൊക്കെ പോകുന്നു. ഇതിന് മാത്രം സമയമില്ല. ഇപ്പം വി.ഡി. സതീശന്റെ ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താണ്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഒരു ഫുൾ പേജ് അഭിമുഖമാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത്. വി.ഡി. സതീശന് എല്ലാവിധ ചോദ്യങ്ങൾക്കും വി.ഡി. സതീശൻ വളരെ കൃത്യമായി ഉത്തരം നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്തുതന്നെയാണ്, ഓർഗനൈസേഷൻ സെക്രട്ടറി 7 വർഷമായി ഓർഗനൈസേഷൻ സെക്രട്ടറിയാണ് കെ.സി. വേണുഗോപാൽ. ഓർഗനൈസേഷൻ സെക്രട്ടറി സംഘടനാ തലമായ അല്ലെങ്കിൽ പരാജയമാടൂ എന്ന് കുത്തുന്ന ഒരു ഉത്തരമാണ് ഒരു ചോദ്യത്തിനുള്ള. 3 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഭരണമുള്ളൂ, അത് കേരളം ഒഴിച്ചു നിർത്തിയാൽ. അപ്പോൾ സംഘടന ഇല്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഐഡിയ ജനങ്ങളിൽ എത്താത്തത്. അല്ലെ കോൺഗ്രസ് എന്താണ്, കോൺഗ്രസിൻ്റെ ഐഡിയ എന്താണ്, കോൺഗ്രസ് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സംഘടന ശക്തിപ്പെടുത്തിയാൽ ഈ സംസ്ഥാനങ്ങൾക്കുപരി മറ്റു സംസ്ഥാനങ്ങളിലേക്കും തിരിച്ചു വരാം എന്ന ഒരു ഉപദേശം കൂടിയുണ്ട്. അതായത് ഈ അഭിമുഖത്തിൽ വളരെ വ്യക്തതയോടെ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, കേരളം ഒഴിച്ചുള്ള 3 സംസ്ഥാനങ്ങളേ ഉള്ളൂ, ആ 3 സംസ്ഥാനങ്ങളിൽ പോലും പാർട്ടി വളർത്താൻ സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു കുത്തുവാക്കുണ്ട്. അത് കെ.സി. വേണുഗോപാലിനെ ഉദ്ദേശിച്ചു തന്നെയാണ്, വ്യക്തമാണ്. കാരണം സംഘടനാ ചുമതലയുള്ള ഓർഗനൈസേഷൻ സെക്രട്ടറി 7 വർഷമായി ആ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് കെ.സി. വേണുഗോപാൽ. ആ ഒരു ഒളിഞ്ഞും തെളിഞ്ഞുള്ള വിമർശനമാണ് ആ അഭിമുഖത്തിലുള്ള. അതേപോലെ തന്നെ ജാതിമത ശക്തികൾ അവരുടെ ചർച്ച ചെയ്യാം, പക്ഷേ അവർ പറയുന്നതനുസരിച്ച് രാഷ്ട്രീയ തീരുമാനമെടുക്കരുത്, രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതും വളരെ വ്യക്തതയോടെ തന്നെ NSSനും SNDPയും പോയി കാണാൻ പോകുന്ന നേതാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടി എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് LDFുമായിട്ടുണ്ടാകില്ല താൻ മുഖ്യമന്ത്രിയായാൽ. അതിൻ്റെ കാരണം എന്താണ്, UDF കഴിഞ്ഞ പ്രതിപക്ഷ സമയത്ത് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ വസ്തുനിഷ്ഠമായി അന്വേഷിക്കും, എന്നാൽ രാഷ്ട്രീയ വേട്ടയാടലുണ്ടാവില്ല. ആ നയം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. LDFിനെതിരെ, അതായത് പിണറായി സർക്കാരിനെ ഏതൊക്കെ ആരോപണങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചോ UDF, അതൊക്കെ വസ്തുനിഷ്ഠമായി അന്വേഷിക്കും, അതായത് സമയം പരിധി വെച്ച് അന്വേഷിക്കും. അതിന് ഒരു അവിശുദ്ധ കൂട്ടുണ്ടാക്കി അല്ലെങ്കിൽ അന്വേഷണത്തിന് പിന്മാറില്ല എന്ന ഒരു വ്യക്തമായ സന്ദേശം കൂടി നൽകുന്നുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് ഒരു ദേശീയ നേതാവിൻ്റെ പരിവേഷത്തിലുള്ള ഒരു അഭിമുഖമാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ഫുൾ പേജിൽ ഇന്ന് കൊടുത്തിരിക്കുന്നത്. അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകും. ഇപ്പോൾ ഹൈക്കമാൻഡിന് മേൽ അല്ലാതെ ദേശീയ തലത്തിൽ മറ്റൊരു നേതാവിൻ്റെ ഉയർച്ച എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് ഈ അഭിമുഖത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കാരണം ഈ ഇന്ത്യൻ എക്സ്പ്രസിലെ അഭിമുഖം ദേശീയ തലത്തിൽ തന്നെ അത് വി.ഡി. സതീശന് ഗുണകരമാവും. ജയലക്ഷ്മി.